ഹായ്. അപ്പം നമ്മളിന്നിവിടെ കുറച്ച് ചെറുനാരങ്ങ അച്ചാർ ഇടാമെന്ന് വെച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ വേവിക്കുകയല്ല ചെയ്യണേ, നന്നായി വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഈ ചെറുനാരങ്ങ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നമുക്ക് അതിങ്ങനെ ഇട്ട് വയ്ക്കാം. അപ്പം അതിൻ്റെ കനപ്പരസൊക്കെ അതിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ അത് ഇങ്ങനെ പൊട്ടി ഇതാവില്ല. അപ്പം അതാ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കോരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഇതാ അങ്ങനെ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ചെറുനാരങ്ങ അതുപോലെ അരിഞ്ഞെടുക്കാം. ചെറിയ ചെറുനാരങ്ങ അധികം കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ. വലുതൊക്കെ അങ്ങനെ ഒരു 5, 6, 7 അങ്ങനെയൊക്കെ വരുന്നൊരു രീതിയിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഇത് അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുനാരങ്ങ അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിലിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കും. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതോടെ മാറ്റി വെച്ചിട്ട് നമുക്ക് അച്ചാറാക്കാനായിട്ടുള്ള നോക്കാം. അതിന് വേണ്ടി എണ്ണ എടുത്തിട്ടുണ്ട്, ചുരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റവ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിനകത്തോട്ട് അച്ചാർ പൊടിയല്ല നമ്മൾ എടുക്കണേ. അപ്പോൾ അതിന് വേണ്ടി കായം, എണ്ണ ചൂടാകുമ്പോൾ കായം ഇട്ട് കൊടുക്കാം. അതൊന്നൊരുവിധം ഒലിവാകുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിയല്ല കേട്ടോ ഇട്ടണേ അച്ചാറിലേക്ക്. അപ്പോൾ മുഴുവനായിട്ടുള്ള ഉലുവയാണ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇടിച്ചെടുക്കാം. പൊടിയായിട്ട് കിട്ടണം. അപ്പോൾ അതൊന്ന് ഇടിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂക്കണ്ട, എന്നാലും ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ടത് ഒരു മൂപ്പായി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. നന്നപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിടാം. കുറച്ച് എരിവേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് കൂട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് പഞ്ചസാര ഇടാം, കനപ്പൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട്. പിന്നെ അതിലോട്ട് തന്നെ കുറച്ച് ചൊറുക്കും ഒഴിക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ടത് നമ്മുടെ കായൊലിയും പൊടിച്ചതിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മൂപ്പിച്ചതും കൂടെ ഒഴിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സഡ് ആക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ വറുത്തിടാം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒക്കെ ചെയ്യണ പോലെയൊക്കെ തന്നെയാണ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.